ഹലോ! അങ്ങനെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോല് നമ്മുടെ സുധിയുടെ അടുത്ത് നമ്മുടെ അച്ഛൻ രവീന്ദ്രൻ പറയുകയാണ്, "നീ തന്റേടത്തോടുകൂടി ഒരു തീരുമാനം എടുക്കണം. എന്നാൽ മാത്രമേ നിനക്ക് ഒരു ജീവിതം ഉണ്ടാകൂ" എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ട്. അവൻ തന്റേടത്തോടുകൂടി തീരുമാനം എടുക്കട്ടെ. അവൻ അമ്മ വേണോ ഭാര്യ വേണോ എന്ന് അവൻ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അവള് പെരുങ്കള്ളിയാണ്. അവളിതും നുണ പറയണതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രഗ്നന്റ് ആണെന്ന് ശ്രുതി നുണ പറയുകയാണെന്നാണ് നമ്മുടെ ചന്ദ്രമതി പറയുന്നത്. അപ്പോൾ രേവതി വന്നിട്ട് പറയുന്നുണ്ട്, "ഇല്ല, ഇല്ലമ്മേ, ദേവുവിൻ്റെ ഹോസ്പിറ്റലിലാണ് ശ്രുതി ചെന്നിരുന്നത്. ശരിക്കും ശ്രുതി പ്രഗ്നന്റ് ആണ്" എന്ന് നമ്മുടെ രേവതി അപ്പോൾ അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, രാത്രി 10:30 നമ്മുടെ ശ്രുതിനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, "എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് കാണാൻ തോന്നുന്നു" എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, "എനിക്കും ശ്രുതിനെ കാണാൻ തോന്നുന്നു, ശ്രുതി വേഗം ഇങ്ങോട്ടേക്ക് വാ" എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാത്രി ആരുടെയും കണ്ണിൽ പെടാതെ ശ്രുതി ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ നടന്നു പോകുന്നു. കറക്റ്റായിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ മുന്നിൽ ചെന്ന് പെടുന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, "അമ്മ, എനിക്ക് അവളെ കാണണം, എന്നോട് ക്ഷമിക്കണം അമ്മേ, എനിക്ക് അവളില്ലാതെ പറ്റില്ല" എന്ന് പറയുകയാണ്. അപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതി ചിരിച്ചുകൊണ്ട്, "നീ എന്തിനാ കണ്ടിട്ട് വരുന്നേ, നമുക്ക് അവളെയും കൂട്ടിക്കൊണ്ട് വരാം" എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി സ്വഭാവം മാറ്റിയൊന്ന് പിടിക്കുന്നുണ്ട്. ഇനി അതിന് പിന്നിൽ വല്ല ചതിയുണ്ടോ, അല്ലെങ്കിൽ ചന്ദ്രമതി ശരിക്കും മാറിയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം കേട്ടോ. കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.